ഈ അവധി എടുത്ത് വീട്ടിൽ ഇരിക്കാൻ എന്തോ സുഖാന്നറിയാവോ? അതിന് അവധി കിട്ടിയ വീട്ടിൽ ഇരിക്കുന്ന ഒരാളെ ഇന്ന് എവിടെയാ പോകാനാ ഉദ്ദേശം? നമുക്ക് എവിടെയെങ്കിലും വിട്ടാലോ? ആ ചോദ്യം എന്തേ വരാത്തേന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. സ്ഥലമുണ്ട്, ഡൗൺ പാട്രിക് ഹെഡ്, കൗണ്ടി മയോ. പോകാം. ഞാൻ എപ്പോൾ ഇറങ്ങി ചോദിച്ചാൽ ആദ്യമേ. അപ്പൊ പിന്നെ കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ പാക്ക് ചെയ്തോ? ഞങ്ങൾ രണ്ടുപേരും എപ്പോഴേ റെഡിയാണ്. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇല്ലെന്നേ. നമ്മുടെ നാട്ടിലെ തോമസ് ലീഹ എന്ന വിശുദ്ധൻ വന്നതുപോലെ തന്നെ അയർലൻഡിൽ വന്ന വിശുദ്ധന്റെ പേരാണ് സെയിന്റ് പാട്രിക്. സെയിന്റ് പാട്രിക് പള്ളി സ്ഥാപിച്ച ഒരു സ്ഥലമാണ് ഡൗൺ പാട്രിക് ഹെഡ്. ഈ കടൽ കാണാൻ എന്ത് ഭംഗിയാണ്. ആ തിരമാല വന്ന് കരയെ തലോടി പോകുന്നത് കണ്ണിന് കുളിർമേകുന്ന കാഴ്ചയാണ്. ആ കടലിൻ്റെ മനോഹാരിതയൊക്കെ പകർത്താൻ വേണ്ടി ഒരുപാട് കലാകാരന്മാർ അവിടെ ഉണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാ അല്ലേ അച്ഛാ? ശരിയാന്നേ. കടലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. ദൈവം സഹായിച്ച് ഏതായാലും അവിടെ ഒരു കട കണ്ടു. അവിടുന്ന് 2 ബർഗർ വാങ്ങിച്ച് വണ്ടിയും പാർക്ക് ചെയ്ത് കുഞ്ഞിപ്പെണ്ണെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. സെയിന്റ് പാട്രിക് സ്ഥാപിച്ച പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ കാണാൻ സാധിച്ചു. അതിനുശേഷം മുന്നോട്ട് കുറച്ചുകൂടി ചെന്നപ്പോഴത്തേക്ക് നല്ല മനോഹരമായ കടൽ നല്ല ടോപ്പിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടുന്നത് പോലെ ഈ കടലിൻ്റെ ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ്. അതെ, എനിക്കൊരു സംശയം. അതെന്താ കുറച്ച് പാറക്കൂട്ടങ്ങൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നേ? അതിന് പുറകിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇവിടെ വെച്ച് ഒരാൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ സെന്റ് പാട്രിക് തന്റെ വടിയെടുത്ത് ഈ പാറക്കൂട്ടത്തിൽ അടിക്കുകയും അതിൽ നിന്നും വേർപെട്ട ഒരു കഷ്ണം കടലിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. കുഞ്ഞി പെണ്ണയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ പാടുപെടുന്ന കണ്ട് അവിടെ വന്ന നല്ലൊരു കപ്പിൾസ് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അങ്ങനെ ക്ലിഫ്റ്റിന്റെ മനോഹാരിതയൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഐറിഷുകാരാണെന്ന് തോന്നുന്നു കുറച്ച് പേര് അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നത് കണ്ടു. എനിക്ക് ഈ ചൂണ്ടയിടുന്നൊക്കെ കാണുമ്പോൾ എന്നെ ഓർമ്മ വരുന്നതെന്നറിയാവോ? അതെന്നാ ഈ ചേച്ചന് ഓർമ്മ വന്നത്? ഞാൻ പണ്ടേ കൊച്ചൂസിനെ ചൂണ്ടയിട്ട് പൊക്കിയത്. വേണ്ട 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 വേണ്ട. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സ്ഥലമാണിത്. അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് വീട് പിടിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ഫ്രം ഇവ.